ഹായ്, ഇന്ന് നമ്മൾ വന്നേക്കണ ഈ വെളുപ്പാങ്കാലത്ത് നമ്മൾ വന്നേക്കണ ഒരിടത്തെ കൂണ് പറിക്കണ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കോതമംഗലം നമ്മുടെ സ്ഥാപനത്തിന് ഒരു 6 കിലോമീറ്റർ 8 കിലോമീറ്റർ അടുത്തുള്ള ഫാമാണ്. റൂഫ് ടോപ്പ് ടെറസ് ഫാമാണ്. അപ്പോൾ ആക്ട് ഫാം ചെയ്തേക്കണ ചെറിയ ഫാമുകളിലൊന്നാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കത് പോയി കാണാനുള്ള പരിപാടികൾ ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പം 5 മണിക്ക് പറിച്ച് ഞങ്ങൾ 4:30 പഠിക്കാൻ തുടങ്ങും. ആണോ? നിങ്ങൾ വരുന്നത് 5 മണി ആക്കിയതാണ്. എൻ്റെ പേര് ബിബിൻ, സ്ഥലം കോട്ടപ്പടി കോതമംഗലം. ഇത് എൻ്റെ അമ്മ ഷൈനി, അതിൻ്റെ വൈഫ് മീനു, ആ ചേട്ടൻ്റെ കുട്ടിയാണ്. ഞങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 6 മാസം മുന്നേ ആണ് ഇത് ഹൈടെക് ആയിട്ട് തുടങ്ങിയത്. പക്ഷെ അതിനൊന്ന് 5 വർഷം മുന്നേ നമ്മൾ ഇവിടെ ചെറുതായിട്ട് രീതിയിൽ തുടങ്ങിയായിരുന്നു. അത് അറക്കപ്പൊടി ഉപയോഗിച്ച് അറക്കപ്പൊടി വൈക്കോല് അന്ന് അതൊക്കെ ചെയ്തത്. പക്ഷെ അന്ന് ചെയ്തപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആയപ്പോൾ കൂണ് ഉണ്ടായില്ല. കൂണ് കരിഞ്ഞു പോയി, കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആ ബെഡ് 100-120 ബെഡ് കിട്ടായിരുന്നു. 120 ബെഡും പോയി കളഞ്ഞു. എൻ്റെ ഞാൻ ഉപേക്ഷിച്ചു, കൂൺ കൃഷിയെ കുറിച്ച് ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കൊരു പരിശീലനം കിട്ടി ഇവിടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ. അപ്പോൾ അത് ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കേസുണ്ട്. അപ്പം പിന്നെ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇനി പിന്നെ യൂട്യൂബ് വീഡിയോസ് നോക്കിയപ്പോൾ ജിത്തേൻ്റെ വീഡിയോസ് ആദ്യം കണ്ടത്. ചേട്ടൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കൂണ് നമ്മൾ കാണുകയല്ലോ, ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. അപ്പോൾ ഞാൻ എന്നെ ചെയ്യേണ്ടത് എവിടെ നമുക്ക് ഈ ഫാം സെറ്റ് ചെയ്യണം പറ്റുന്നു നോക്കി. മറ്റേ അമ്മ പറഞ്ഞാൽ നമുക്ക് ലോക്കലായിട്ട് അന്ന് ചെയ്ത് നോക്കാമെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒന്നാമത് ഭയങ്കര ചൂടാണ് ചില സമയത്ത് വേനൽക്കാലത്തൊക്കെ. പക്ഷെ അത് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞു വെച്ചത് ഹൈടെക് എന്തായാലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈടെക്കിലേക്ക് മാറി. എന്നുവെച്ചാൽ 2 ബെഡ് അമ്മ പറഞ്ഞ കൃഷിഭവന് 2 പാക്കറ്റ് വിത്ത് കിട്ടി. അമ്മയാണ് ഇവിടെ ഫസ്റ്റ് കാണിച്ചു തന്നത്. ബാക്കി അമ്മ പറയും. ഞാൻ കൊറോണ കാലത്താണ് ആദ്യമായിട്ട് ഇത് ചെയ്തത്. ഞാനൊരു മനോരമ വീക്കിലി വായിക്കുന്ന ആളാണ്. അതിൻ്റെ സൈഡിൽ ഇതിനൊരു പരസ്യം കണ്ടു. ആ പരസ്യത്തിലേക്ക് ഞാൻ വെറുതെ മോനെ കൊണ്ട് SMS അയപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കൃഷിഭവനിൽ നിന്ന് വിളിച്ചു. കവളങ്ങാട് കൃഷിഭവനിൽ നിന്നാണ് വിളിച്ചത്. ഷൈനി രാജനല്ലേന്ന് ചോദിച്ചു. അത് എവിടെ താമസം? കോട്ടപ്പടി പഞ്ചായത്താന്ന് പറഞ്ഞപ്പോൾ കോട്ടപ്പടി കൃഷിഭവനിലേക്ക് വിട്ടു. അന്ന് ആ കോട്ടപ്പടി കൃഷിഭവനിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ 2 പാക്കറ്റ് വിത്തും ഈ കൂണ് എങ്ങനെ കൃഷി ചെയ്യുന്നതിനുള്ളൊരു കൈപ്പുസ്തകം തന്നയച്ചു. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്ന് ചെയ്യാൻ നോക്കി. വൈക്കോലിൽ ചെയ്യാനാണ് ഇതെനിക്ക് തോന്നിയത്. അപ്പം ഞാൻ എൻ്റെ അയലൊക്കത്തെ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് പശുവിന് ചേർന്ന വൈക്കോലാണ് എനിക്ക് തന്നോട്ടെ. ഒരു 5 മുടി വൈക്കോല് ചേച്ചി തന്നോട്ടു. അത് പുതിയ വൈക്കോലായിരുന്നു, നല്ല വൈക്കോലായിരുന്നു. ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്തി അത് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞ് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് ഞാനും എൻ്റെ മോളും കൂടി അന്ന് ഇപ്പം കൂടിയില്ല, ഞാൻ എൻ്റെ മോളും കൂടി അത് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അന്ന് ഇതൊന്നും ഇല്ലാത്തവരെ ഞാനൊരു കറുത്ത പ്ലാസ്റ്റിക് വലിച്ചിട്ട് അതൊരു ഡാർക്ക് റൂമാക്കി 2 പട്ടിയൊക്കെ വെച്ച് അതിനകത്ത് കുറി കെട്ടാൻ അറിയായിരുന്നു. അതിനകത്ത് വെച്ചുണ്ടാക്കി 14 ദിവസം വരെ അടച്ചു, ആരെയും കാണിച്ചില്ല, മൂട്ടിയോടെ വെച്ചു. 14 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് മുട്ടിട്ടുണ്ട്. പിന്നെ വിരിഞ്ഞു വന്നു. അപ്പോൾ കൂണുണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂണ് വറുക്കണതൊക്കെ. അപ്പോൾ എല്ലാവരും അത് കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ. അപ്പം ഞാനത് നനച്ച് വിട്ടിട്ട് പിന്നെ നോക്കിയില്ല. ഒരു ദിവസം വന്ന് തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, അമ്മച്ചി ഓടി വന്ന് രസം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ അത് നിറച്ച് കൂണുണ്ടായി നിൽക്കുകയാണ്. അപ്പം പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ പട്ടിക അടിച്ച് ചെറുതായിട്ട് തുടങ്ങി. ആശാരിപ്പണി വർണ്ണിച്ചു. അച്ഛൻ പട്ടി അടിച്ചാൽ പട്ടി ഇങ്ങനെ സ്ക്വയറിൽ അടിച്ചു തന്നു. അതിന്റെ പച്ചനെറ്റി വാങ്ങിക്കൊണ്ടു വന്നു. അന്ന് 5000 രൂപ ചെലവ് വന്നു ആ ഫാമിന്. 5000 രൂപയ്ക്ക് എല്ലാം സെറ്റാക്കി വയറൊക്കെ വാങ്ങി ഇതുപോലെ ഉറിയില്ല, ഓരോന്നും ഓരോ ഉറി അങ്ങനെ ഒരു ബെഡ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ് അത് പിന്നെ ഞങ്ങൾ മുകളിൽ ഇങ്ങനെ ചൂടടിക്കാതെ മറ്റേ തെർമോക്കോളൊക്കെ വെച്ച് സൈഡിലൊക്കെ ചൂടടിക്കാതെ. എനിക്ക് അന്ന് അറിയാം ഒരു അബദ്ധം പറ്റിയത്. അന്ന് എക്സോസ്റ്റ് ഫാൻ വാങ്ങി വെക്കാൻ പറ്റിയില്ല എനിക്ക്. വെറുതെ നനച്ച് മാത്രം കൊടുത്തോണ്ടിരുന്നു. തറയിൽ ഞങ്ങൾ നനച്ച് തുണിയൊക്കെ ചാക്കൊക്കെ ഇട്ട് അങ്ങനെ കൂണ് വേറെ ഇട്ടാൻ തണുപ്പിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ട് കുറേ ഉണങ്ങിപ്പോയി ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ അങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ പറ്റുക. അപ്പം ഇതിന് ഇത്രയും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത്രയും പൈസ വരും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു വിഷമം, എങ്ങനെ പോയിട്ട് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ തുടങ്ങിയത്.
ചേട്ടൻ പുറത്തെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ആദ്യം വിളിച്ചു നോക്കി, അതിന് നേരിട്ടൊന്ന് നോക്കി അവരുടെ ഇത്. അപ്പൊ അന്ന് ഞാൻ കാണാൻ പറ്റി, ഞാൻ ബാംഗ്ലൂരും കണ്ടായിരുന്നു. എന്നെ വിളിച്ചു ചേട്ടൻ ഇങ്ങനെ കേസ് ഉണ്ട്, എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. ചേട്ടൻ വന്ന് കണ്ടു. ചേട്ടൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇത്ര ചിലവുണ്ട്, പക്ഷെ ചെയ്തു കൊടുത്ത് നഷ്ടം വരാമെന്ന് എനിക്ക് എന്തായാലും ലാഭമായിരിക്കും എന്ന് പറഞ്ഞു. ചേട്ടനപ്പോൾ എല്ലാവരും ചെയ്ത് തുറക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഇതിന് ചെയ്ത് 2.5 ലക്ഷമായി. പ്ലസ് അതിന്റെ എല്ലാം കൂടി 3 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തായിരുന്നു. 3 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിനുള്ളൊരു മുടക്കിയാനുള്ളൊരു ചെലവ് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. 6 മാസമായുള്ളൂ. ഞാൻ പറയും ഞാൻ ഇപ്പൊ കണക്കൂട്ട് നോക്കിയിട്ട് എനിക്ക് 1.5 ലക്ഷം രൂപ വിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ വിറ്റിട്ടെന്ന് പറഞ്ഞാൽ അതിൽ നമ്മള് വാങ്ങുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, പ്രോഫിറ്റ് 50,000 ആയിരിക്കും, ബാക്കി ചെലവുണ്ടായിരിക്കും. അപ്പൊ എന്നാലും നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയുള്ളൂ. നമ്മളിപ്പോ ഇന്ന് കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് വരാനുണ്ട്. അപ്പൊ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് അല്ലേ അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് ആ തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് വരും. മാത്രം കാര്യമില്ല, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ റൊട്ടേറ്റ് ചെയ്യണം അല്ലെ. 4 മാസം കൂടുമ്പോ ബെഡ് മാറിക്കയറണം. ബെഡുകൾ ഇടുന്ന കാര്യം ശ്രദ്ധിക്കണം. കുറച്ച് ഇപ്പൊ നമ്മൾ നിങ്ങളാളുടെ പഠനം കൂടെ ഇത് നടക്കുന്നുണ്ട്. എന്നാലും നഷ്ടമൊന്നും വന്നിട്ടില്ല, ബട്ട് പ്രോഫിറ്റ് നമുക്ക് ആയി വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെയിൽ ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആളുകൾ വീട്ടിൽ വന്ന് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ആരും വാങ്ങാനുണ്ടായില്ല, എല്ലാവരും പറഞ്ഞു തുടങ്ങി വന്ന് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കടകൾ, അടുത്തുള്ള കടകൾ കോട്ടപ്പടി, ചെറങ്ങാല്, കുറുപ്പമ്പടി വരെ, ഓടക്കാൽ, ഈ 15 കിലോമീറ്റർ ഉള്ളിൽ ഞാൻ സെയിൽ ചെയ്യണേ. ഒരു 15-16 കടകളുണ്ട്. ഞങ്ങൾ 2 പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. കൂടച്ചാറും ഉണ്ട്, കൂണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട്. എത്ര കിലോ ഏകദേശം പ്രൊഡക്ഷൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ 5 കിലോ പറയാതെ കിട്ടുന്നുണ്ട്. നെറ്റ് ക്വാണ്ടിറ്റി പറഞ്ഞത് കട്ട് ചെയ്ത് നെറ്റ് ക്വാണ്ടിറ്റി 25 പാക്കറ്റ് പറയാതെ കിട്ടുന്നുണ്ട്. 8 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. 1200 കിടക്കും, പക്ഷെ 1000 ബെഡ് വരെ കറക്റ്റ് ആക്കിയിട്ട് എണ്ണ ഇട്ടിട്ടുണ്ട്. ഓഫീസർ ഞങ്ങൾക്ക് നല്ല സഹായമാണ്. 2700 2800 വരുന്നുണ്ട് 2 മാസം കൂടുമ്പോൾ. ഇല്ല, എക്സ്ട്രാ ഉള്ളത് ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. FSIയുടെ ലൈസൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അതുള്ളൂ. പിന്നെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാൻഡിൽ പേരിൽ തന്നെ കിടുക്കൂന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പേര് വന്ന അതാണ് എന്റെ ഇളയ മോളുടെ പേര് കിടു, ഞങ്ങൾ വീട്ടിൽ വിളിക്കണ പേരാ. അപ്പൊ ഞങ്ങൾ ഇതിന് എന്ത് പേരിടും, എല്ലാവരും മഷ്റൂമിന് ഇംഗ്ലീഷ് മാജിക് മഷ്റൂം, അങ്ങനെ കുറെ പേര്, ഒയ് മഷ്റൂം, അങ്ങനെ അടുത്തുള്ള KR മഷ്റൂം, AR മഷ്റൂം എന്നൊക്കെയാണ് എല്ലാവരും പേര്. എല്ലാം ഇംഗ്ലീഷ് പേര്. നമ്മൾ എന്ത് ചെയ്യാം, എന്റെ മൂത്ത ചേട്ടനുണ്ട്, പുള്ളിക്ക് ഫോട്ടോഗ്രാഫിയാ. പുള്ളി പറയാതെ നമുക്ക് ഇങ്ങനെ ഇട്ടോ കൊച്ചിന്റെ പേര് കിടു കൂൺ. അപ്പൊ ഏകദേശം സാമ്യം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഇട്ട് നോക്കാൻ പറഞ്ഞു. എപ്പോഴും നമ്മൾ സൈഡ് ബിസിനസ് ഫാമിലി കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് കൂടെയാണ് ഒത്തിരി പണിയുണ്ടോ? ഇല്ല. ഭയങ്കര കിളക്കിൽ ഒരു പണിക്കാരൻ പുറത്തുകൊണ്ടിരാനുള്ള പണികളില്ല. എന്നാൽ 1-2 പേരൊക്കെ ആ സമയത്ത് കൂടെ പറിക്കുമ്പോഴും ഒക്കെ വേണം. നമ്മൾ എങ്ങനെയാണ് ഫാമിലി ആയിട്ട് നിങ്ങളത് ഓടിക്കുന്നത് നിങ്ങളുടെ രീതിയിൽ? എന്താ വെച്ചാൽ ഞാൻ എന്റെ ഷിഫ്റ്റിന് 8 മണിക്കൂർ ഷിഫ്റ്റ്, അത് ആഴ്ച 2 നൈറ്റ് ഉണ്ട്, 2 ഈവനിങ്, 2 ഡേ, അങ്ങനെ ഒരു ദിവസം ഓഫ് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഇടാൻ വേണ്ടിയിട്ട് രാവിലെ ഇപ്പൊ പെല്ലറ്റ് ആയതുകൊണ്ട് രാവിലെ വെള്ളം ഒഴിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കും, അല്ലെങ്കിൽ വൈഫ് വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് വൈകിട്ട് ആരാണോ ഫ്രീ ആയിട്ട് വരുന്നത്, ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ വൈഫ് ചെയ്യും, വൈഫ് വിത്തിടും. ഒരു 8 മണിക്കൂറിൽ 12 മണിക്കൂർ വരുമ്പോഴാണ് വിത്തിടണേ, വൈഫ് വിത്തിടും. അല്ലെങ്കിൽ ഞാൻ വരണമെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാനിടും. അങ്ങനെ പിന്നെ ഓഫുള്ള ദിവസം ഞാൻ കൂടുതൽ ഇടും, രാവിലെ ഒരു 10 ഇടും, അങ്ങനെ വൈകിട്ട് അങ്ങനെ കൂടുതൽ ഇടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്ന റൂട്ടാണ് ഞാൻ സെയിൽ കണ്ടുപിടിച്ചാണ്, കമ്പനിയിലേക്ക് പോകുന്ന റൂട്ട് കുറുമ്പുടി. അവിടെ ഉള്ളത് ഞാൻ കൊടുക്കും, ഇങ്ങോട്ട് ഉള്ളത് വൈഫിനെ ഏൽപ്പിക്കും. വൈഫ് എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയും സെയിൽ ചെയ്യുന്നുണ്ട്, ചേട്ടൻ്റെ വൈഫ്. അപ്പൊ അവർ രണ്ടുപേരും കൂടി ഈ ഏരിയ കവർ ചെയ്യും, എല്ലാ കടകളിലും കൊടുക്കും. കാരണം ഞാൻ രാവിലെ വന്നപ്പോ ആ ഒരു ഐക്യം മനസ്സിലായി. കാരണം രാവിലെ എല്ലാവരും ഒരുമിച്ച് കയറി, പിന്നെ അച്ഛനും കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഒരു 6 മാസമായില്ലേ, ആ ഒരു എന്ത് തോന്നുന്നു? തുടങ്ങിയത് അബദ്ധമായി പോയോ,
അതോ ഇല്ല ഒരിക്കലും അങ്ങനെ തോന്നിട്ടില്ല. സന്തോഷമാണ്? സന്തോഷം. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല? ഇല്ല, ഈ വിൽക്കാനൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് എങ്ങനെ മടിയുണ്ടോ? കടക്കാർ എടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് പരിചയമുള്ള കടക്കാരാണ്. നിങ്ങൾക്ക് ഒരു സാധനം സ്വന്തമായിട്ട് നമ്മൾ സാധനം ഒരു ബിസിനസ് ആണ് ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം സന്തോഷം ഉണ്ട്, കിട്ടുന്നുണ്ട്. ഉണ്ട്. പിന്നെ അത്യാവശ്യം അറിയാവുന്ന വീടുകളകത്തുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. ചോദിക്കുന്നവർക്ക് ഞാൻ കടയിലാണ് പോകുന്നത്, മെഡിക്കൽ ഷോപ്പില്, അവിടെ വന്ന് പറയുമ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. നിങ്ങളും ജോലി ചെയ്യുന്നുണ്ട്? ഉണ്ട്. പുള്ളിക്കാരത്തി ഫാർമസിസ്റ്റാണ്. അപ്പൊ എല്ലാവർക്കും ജോലിയുടെ കൂട്ടത്തിൽ നടന്നു പോകുന്നുണ്ട്. ജോലിയുടെ കൂട്ടത്തിൽ പിള്ളേരുടെ നോട്ടത്തിന്റെ ഇടയ്ക്കും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ട്. എനിക്ക് തൈലാണ്, ഞാൻ ഇവിടെ തൈല് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അച്ഛന് ജോലിയുണ്ട്, അമ്മയ്ക്ക് ജോലിയുണ്ട്, ചേട്ടന് ജോലിയുണ്ട്, ചേച്ചിക്ക് ജോലിയുണ്ട്. 4 പേർക്ക് ജോലിയുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് അല്ലേ? അതടിപൊളിയാണ്. എല്ലാത്തിന്റെയും കൂടെ എല്ലാത്തിനോടും സമയം കണ്ടെത്തി എല്ലാവരും നിങ്ങൾക്ക് ഇതിന്റെ നഷ്ടമൊന്നും വരുന്നില്ല. ഇല്ല ഇല്ല. വിവിധ തരം പ്രോഡക്ട്സുകൾ ഇവിടെ ആൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂണ് അച്ചാറുണ്ട്, കൂണിൻ്റെ ചമ്മന്തിപ്പൊടി, അത് വെറൈറ്റി പീസാട്ടോ. പിന്നെ ഇത് കൂണിൻ്റെ ചമ്മന്തിപ്പൊടിയാണ്, ഇതും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 3 എണ്ണമേ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? കൂൺ വെച്ചിട്ടുള്ള സാധനം നമ്മളധികം കാണാറില്ല. ഞാൻ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് നമുക്ക് ആൻറ്റി തന്നെ ഒന്ന് പോയി ചോദിക്കാം. ഞാൻ സാധാരണ മറ്റു അച്ചാറുകളൊക്കെ ഇടാറുണ്ട്. ഈ കൂണച്ചാർ ഇട്ടെന്ന് പറഞ്ഞാൽ കൂണ് ഞങ്ങൾക്ക് കടയിൽ കൊടുത്തിട്ട് ബാലൻസ് ഉള്ളത് എന്താ ചെയ്യേണ്ടതെന്നൊരു ആലോചന വന്നു. അപ്പം ഞങ്ങൾ അതുകൊണ്ട് കൂണ് അച്ചാറിടാൻ തീരുമാനിച്ചു. അപ്പോൾ കൂണ് വറുത്തിട്ട് നല്ലെണ്ണയിൽ വറുത്തിട്ട് ചെയ്യണത്. വെള്ളം ചേർക്കുന്നില്ല, നല്ലെണ്ണയിൽ വറുത്ത് എല്ലാ ഐറ്റംസും ചേർത്ത് കൂണച്ചാർ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചമ്മന്തിപ്പൊടി ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പം തേങ്ങ ചേർക്കുന്നതിനും പകരം കൂണ് ചേർത്തിട്ടാണ്, കൂണ് വറുത്ത് ആണ് അച്ചാറുണ്ടാക്കുന്നത്. അല്ല ചമ്മന്തിപ്പൊടി, സോറി, ചമ്മന്തിപ്പൊടി. കൂണ് ചേർത്തിട്ടാ തേങ്ങയ്ക്ക് പകരം ബാക്കി ചമ്മന്തിപ്പൊടിക്കായിരുന്ന എല്ലാ സാധനങ്ങളും ചേർക്കും. 3 ദിവസം നോക്കുക കൂണ്. 3 ദിവസം നോക്കിയിട്ട് കൂണിൻ്റെ ഉണക്കം കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കൂണിൻ്റെ കേസ്. 2 നേരം കൂണ് പറിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ കൂണ് പറിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ കൂണ് പറിച്ച് പോയിട്ടുള്ള അമ്മയൊന്ന് ഉച്ചയ്ക്കൊന്ന് കയറിയിട്ട് ഇടയ്ക്ക് ഒരു കാണാത്ത കൂണങ്ങ് പറിച്ചെടുക്കണം. അത് കളയേണ്ട കാര്യമില്ല. പറയുമ്പോൾ 2 പാക്കറ്റ് കൂണ് എന്തായാലും കിട്ടും. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും നിങ്ങൾ കാണൂല. രാവിലെ ധൃതിക്ക് നിങ്ങൾ കൂണ് കാണില്ല. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കണം. കൂണിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്പ് ഓപ്പൺ ആകുമ്പോൾ കൂണ് പറിക്കണം. അതാണ്. പിന്നെ ഫാൻ ഓഫായി പോകുന്നുണ്ട് നമുക്കിവിടെ. ഫാൻ ഓഫായി പോകുന്നതുകൊണ്ട് നമ്മളത് ഫുൾ ടൈം ഓഫ് ആകുകയും നമുക്ക് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് പരിപാടി നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾ അതിൻ്റെ ചിലവ് നോക്കണ്ട, അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നൊരു പൈസ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കലത്തിൽ ചെറിയ തുള വീണിട്ട് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുക. അത് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അവിടെ പോകും. അപ്പോൾ ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ഏതാണ്ടൊരു 5 കിലോ കൂണ് ആവറേജാണ്. ശരിക്കും നമുക്ക് 5 തവണ 6-7 കിലോ കൂണുകളോളം നിങ്ങൾക്ക് കിട്ടും ഇതേ മുടക്കിലും. അപ്പോൾ ആ കിട്ടുന്ന ഒരു 300, 600 രൂപ, 700 രൂപ ഒരു ദിവസം കിട്ടുന്ന എക്സ്ട്രാ അത് നിങ്ങളുടെ ലാഭമാണ്. അപ്പോൾ ഒരു ദിവസം 10-20,000 രൂപ നിങ്ങൾക്ക് ലാഭം വിടുന്ന് നിങ്ങൾക്ക് ലോസായി പോകുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കി നിങ്ങൾക്ക് 20,000 രൂപ ഈ ഫാമിൽ നിന്ന് ലാഭം ഒരു 20,000 രൂപ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫാമിൻ്റെ എന്നാണ് നമ്മൾ തുടങ്ങിയത്, എന്നാണ് നിർത്തിയത്, അത് കഴിഞ്ഞ് നിങ്ങൾ എന്നാണ് ബെഡിട്ട്, എന്ന് മുതലാണ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ആരംഭിച്ചത്. അപ്പോൾ ഏകദേശം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ കോൺടാക്ട് നവംബർ 25 കോൺടാക്ട് ചെയ്തു രാജുവിനെ. പുള്ളിയൊക്കെ വന്ന് കണ്ട് പ്ലേസ് കണ്ട് എല്ലാം അളവൊക്കെ എടുത്തുകൊണ്ട് പോയി. നവംബർ 24 മെറ്റീരിയലായിട്ട് വന്നു. 25 പണി തുടങ്ങി. അതുപോലെ നവംബർ 31 ആയപ്പോൾ പണി തീർന്നു. ഏകദേശം 1 ആയപ്പോൾ മൊത്തം ഫിനിഷ് കഴിഞ്ഞു. ബാക്കി വാട്ടർ കണക്ഷൻ ആണെങ്കിലും ഇലക്ട്രിക് കണക്ഷൻ ആണെങ്കിലും എല്ലാം ഫുൾ കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് അന്ന് ഡിസംബർ 7 ആയപ്പോൾ ഞാൻ ബെഡ് ഇടാൻ തുടങ്ങി. ഡിസംബർ 7 ഫസ്റ്റ് ബെഡ് ഇട്ടു. പിന്നെ ജനുവരി 7 എത്തിട്ടിട്ട് അത് ജനുവരി ആദ്യം തന്നെ 17 ദിവസം 17-ാമത്തെ ദിവസം എനിക്ക് മുട്ട് വിരിഞ്ഞു. കൂണ് ഫസ്റ്റ് ബെഡിൻ്റെ കൂണ് വിരിഞ്ഞു.
അതിനാണ് കുറച്ച് അപ്പോൾ ഏകദേശം ഒരു ഏകദേശം മാസത്തെ എനിക്ക് കണക്കിലല്ലേ? ഒരു മാസം കണക്കിൽ എല്ലാ പണികൾ കഴിഞ്ഞ് എനിക്ക് കൂണ് കിട്ടി തുടങ്ങി. ഇവരെ വർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പക്ക വർക്ക്. ഞാൻ വിചാരിച്ച 1 മാസം 1.5 മാസമൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചത്, പക്ഷേ കൃത്യം ഒരു 7 ദിവസം കൊണ്ട് എനിക്ക് ഫുൾ വർക്ക് തീർത്ത് എനിക്ക് കൈ തന്നു എൻ്റെ ഭാവം. വളരെ നന്ദിയുണ്ട്. ഇതെന്ന് ചോദിക്കാൻ പറയാൻ കാരണം വെച്ചാൽ പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. മാത്രമല്ല നമ്മൾ പലപ്പോഴും സേവ് ചെയ്യണ ഈ ആൾക്കാരുടെ സമയമാണ്. ഈ 1 മാസത്തിനുള്ളിൽ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ ആ ഫാമിങ്ങിലോട്ട് കിടക്കാം, അതിൽ ഫോക്കസ് ചെയ്യാം. കാരണം ഈ ഫാം പണിയിലല്ലാതെ വേറെ ഒത്തിരി തലവേദനകളുണ്ടോ അതിൻ്റെ പുറകിൽ. ഇതിലുള്ള മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യണം, ബെഡ് കെട്ടണം, പരിപാടികളെല്ലാം. അപ്പോൾ ആ ഒരു സേവിങ്സ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എൻ്റെ 300 സ്ക്വയർ ഫീറ്റിൻ്റെ ഫാമാണ്, അത് ഒരാഴ്ച കൊണ്ട് കിട്ടിയ. കൂടുതൽ സ്ക്വയർ ഫീറ്റിൻ്റെ ഫാമാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ കാണാം.